ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ ശരിയാവോ? വന്ദന എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലൊക്കെ നടക്കും. താനിത് വെച്ചോ, 5000 രൂപയുണ്ട്. 5000? 5 ലക്ഷം രൂപ എടുത്തിട്ട് 5000 ഉലുവേ? താനൊരു കാര്യം ചെയ്യ്, ഇതുകൂടി വെച്ചോ. 5000 കൂടി ഉണ്ട്. തീരെ കുറഞ്ഞു പോയി. വിഷ്ണുവേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതും കൊണ്ട് ഞാനങ്ങ് പോയേനെ. ഏതായാലും ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇടപാട് നേരിട്ട് മതി. ഓക്കെ, ആരുടെ മുന്നിൽ ചെന്ന് പെടണ്ട. അത് പിന്നെ എന്നെ പഠിപ്പിക്കണോ? ഓക്കെ ഓക്കെ. ആ ഇതുപോലത്തെ മക്കളുണ്ടായ തന്തമാരുടെ കാര്യം സ്വാഹ. വലിയ ഉപകാരം. ബൈക്ക് റോഡിലായി പോയി, അതുകൊണ്ടാ നിങ്ങളുടെ വണ്ടി വാങ്ങേണ്ടി വന്നത്. അത് സാരമല്ല, മാധവേട്ടന്റെ മോനല്ലേ. മാധവേട്ടൻ സ്ഥിരമായിട്ട് പണിയുന്ന വണ്ടിയായിരുന്നു ഇത്. ഇതിന് ചെറിയൊരു ജലദോഷം വന്നാലും മാധവേട്ടൻ ചികിത്സിച്ചാലേ മാറൂ. അത്രയ്ക്ക് കൈപ്പുണ്യ മാധവേട്ടന്. വാ, വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇറക്കിയേക്കാം. അത് സാരില്ല, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. വേണ്ടെന്നേ, വാ ഞാൻ ഇറക്കിയേക്കാം. വാ. വന്ദനമ്മേ, ദേ ഹരിതാണ്ടി. ഹരിതാണ്ടി മോളെ, വന്ദനമ്മേ, ഞാൻ വിളിച്ചിട്ട് കേൾക്കാതെ ഹരിതാണ്ടി പോയി. ഹരിതാണ്ടിക്കിപ്പോ ദിയമോളടുത്ത് ഒട്ടും ഇഷ്ടമില്ല. അച്ഛമ്മേരെ വീട്ടിൽ വെച്ച് ഹരിതാണ്ടിക്ക് ദിയമോളോട് വലിയ ഇഷ്ടമായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോ ഒത്തിരി ചോക്ലേറ്റ് മേടിച്ചു തരുമായിരുന്നു. മോളെ ഒന്നും കാര്യാക്കണ്ട. മോൾക്ക് വന്ദനാമ്മയില്ലേ? അവിടെ വന്ന് ഹരിതയെ വിളിക്കാനൊക്കെ ഞാൻ തയ്യാറാ. ഈ വീട്ടിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ ഹരിത. ഇനി അധികം വൈകാതെ മനോജിനെ ഹരിതയെ ഒന്നിപ്പിക്കണം.
വന്ദനമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ. അത് കള്ളം. വന്ദനമ്മ എന്താണ് ആലോചിച്ചെന്ന് ദിയമള് പറയട്ടെ. പറയൂ, വന്ദനമ്മ കേക്കട്ടെ. പറഞ്ഞാ വന്ദനമ്മ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരോ? നീ ആള് കൊള്ളാലോ. അല്ല, ഇവിടെന്താ അമ്മയും മോളും കൂടി ഒരു തർക്കം? അങ്കിളെ, ഞാനും അമ്മയും കൂടി ഐസ്ക്രീമിന് ബെറ്റ് വെച്ചിരിക്കുക. ആഹാ, അമ്മയും മോളും കൂടി ബെറ്റ് വെച്ച് തുടങ്ങിയോ? മോൾക്ക് എത്ര ഐസ്ക്രീം വേണം? അങ്കിള് വാങ്ങിച്ചു തരാം. അങ്കിളും മേടിച്ചു തരോ? പിന്നെ ദേ, കുറച്ചു കഴിഞ്ഞ് മോളും അങ്കിളും കൂടി പുറത്തു പോയി ഐസ്ക്രീം മേടിച്ചിട്ട് വരും. വന്ദനാമയെ കൂട്ടണ്ട കേട്ടോ. ഹരിതയുടെയും മനോജിന്റെയും കാര്യം ഇനിയും ഇങ്ങനെ നീണ്ടുപോയാൽ ശരിയാവില്ല. വന്ദനെ, അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്റെ ഉള്ളില് ചില ഉഗ്രൻ ഐഡിയാസ് ഒക്കെ ഉണ്ട്. എന്താ? പറയാം. മോളെ, മോളെ അപ്പുറത്ത് പോയി കളിച്ചോ. വാശിയാണല്ലോ ഹരിതയുടെ പ്രശ്നം. ഹരിത വാശിയൊക്കെ ഉപേക്ഷിച്ച് മനോജിനെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ഒരു സൈക്കോളജിക്കൽ മെത്തേഡാ. ഹരിത മനസ്സ് വെച്ചാലേ അതൊക്കെ വർക്കൗട്ട് ആവും. ഹരിത മനസ്സ് വെച്ചില്ലെങ്കിൽ ഹരിതയെ കൊണ്ട് നമ്മൾ മനസ്സ് വെപ്പിക്കും. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആദ്യം എന്റെ പ്ലാനൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞിട്ട് പറ നടക്കുവോ നടക്കില്ലേ ഒന്ന്. ഇതൊക്കെ ശരിയാവോ? വന്ദന എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലൊക്കെ നടക്കും. മാനത്തെ കൊട്ടാരം